മോളെ കൊന്നല്ല, 2 കുഞ്ഞുങ്ങളെ ഒരു കുടുംബം മൊത്തം അനാഥയായ കേസാണ്. അപ്പം ദൈവത്തോടും എല്ലാവരോടും ഞാൻ പ്രാർത്ഥിച്ചത് അവന് വധശിക്ഷ കിട്ടണമെന്ന് തന്നെ. ഇന്ന് രാവിലെ കൂടെ അങ്ങനെയാണ് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വധശിക്ഷ കിട്ടണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. അവൻ പക്ഷേ 21-ാം തീയതി ഇങ്ങനെ പറഞ്ഞിരുന്നു അവൻ മേൽക്കോടതി പോകുമെന്ന്. എനിക്ക് എല്ലാവരോടും കൂടെ ഒരു വാക്കേ പറയാനുള്ളൂ. അവന് വേണ്ടി സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരോട് ഒരു വാക്ക് പറയണം. ഞങ്ങൾ അച്ഛനും അമ്മയും 2 അനാഥ കുഞ്ഞുങ്ങളുടെ കണ്ണീര് ചവിട്ടിക്കൊണ്ടാണ് അവനെ സംരക്ഷിക്കാൻ പോവരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇനിയും വേറെയും പെൺകുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കഴുത്തിലും കാതിലും ഒക്കെ ഉള്ളതാണ്. അവന് ഇനി ഈ വധശിക്ഷ തന്നെ കൊടുത്ത് അവനെ ഇതോടുകൂടി അവനെ തീർക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ സമയം വരെയും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും വക്കീൽ സാറായാലും എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ കണ്ടത്. എല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിട്ട് ഈ കേസിനെ എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ച്, വെറും സാഹചര്യ തെളിവ് മാത്രമേ ഉള്ളൂ. പലരും പറഞ്ഞു സാഹചര്യ തെളിവേ ഉള്ളൂ, അവന് ശിക്ഷയൊന്നും കിട്ടത്തില്ലെന്ന് പലരും പറഞ്ഞെങ്കിലും അതിൽ നിന്നെല്ലാം അതിജീവിച്ച് എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും അന്വേഷണം ഉണ്ടായി. അത് വക്കീൽ സാറിന് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. ആ ഒരു വിജയമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഈ സെക്കൻഡിൽ കണ്ടതിൻ്റെ ഒരു വിധി. അത് ആത്മാർത്ഥമായിട്ട് ദൈവത്തോടും എല്ലാവരോടും നന്ദിയും എല്ലാം ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഈ 3 വർഷം വേറെ ഒരു കാര്യം കൂടെ പറയാണ്ട്, ഈ 3 വർഷം 2 മാസത്തിനിടയ്ക്ക് എല്ലാ ചാനലുകാരും, എല്ലാ മാധ്യമങ്ങളും, എല്ലാ ചാനലുകാരും ഞങ്ങൾക്കൊപ്പം നിന്ന് അവർക്കും കൂടെ ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.